നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രേതാനുഭവ കഥ തന്നെയാണ് പറയുന്നത്. ഞാൻ ഈ പ്രേതാനുഭവങ്ങൾ പറയാൻ കാര്യം ഇതിന് ഞാൻ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പ്രേതാനുഭവങ്ങൾ ഒരുപാട് വിധത്തിലുണ്ട്. അപ്പം എൻ്റെ സ്ഥിരം പ്രേക്ഷകരും ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്, നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. ഒരിക്കലും ഈ പേടിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം വെച്ചാൽ പ്രേതം എന്ന് പറയുമ്പോൾ ഭയപ്പെടാനുള്ളതല്ല. ഭയപ്പെട്ടാൽ നമുക്കത് പണി കിട്ടുന്നതാണ്. പക്ഷേ എങ്കിലും ചെറുതായിട്ട് പേടിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രോയിലൊക്കെ ചില സൗണ്ടുകളൊക്കെ നമ്മളെ കൂടെ ഉള്ളവർ കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ പേടിക്കാൻ താല്പര്യമുള്ളവർ ആദ്യം ആ ഇൻട്രോ 1-2 പ്രാവശ്യം ഇട്ട് ഒന്ന് കേട്ട് വരണ്ടിട്ട് സമാധാനപരമായിട്ട് എൻ്റെ ഈ എപ്പിസോഡ് കണ്ടോളൂ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതങ്ങൾ. ഈ പ്രേതങ്ങളെന്ന് പറയുമ്പോൾ അത് നമ്മൾ വന്ന് നമ്മളെ പേടിപ്പിച്ച് നമ്മളെ കഴുത്തിനെ ഞെരിച്ച് നമ്മളെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഞരമ്പ് കടിച്ചു പൊട്ടിച്ച് രക്തം കുടിക്കുക, നമ്മളെ കണ്ണിനെ ചൂഴ്ന്നെടുക്കുക, നമ്മുടെ ഈ ഹൃദയത്തിനെ വലിച്ചു പൊളന്ന് വെളിയിലെടുക്കുക, രക്തം കൊണ്ട് ആറാട്ട് നടത്തുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പ്രേത അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു ശരീരത്തിലേക്ക് വന്നിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഈ പ്രേത അനുഭവങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ടെന്നാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളതാണ്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് വ്യത്യസ്തമായ ഒരു പ്രേതാനുഭവമാണ്. ആരെയും ഉപദ്രവിക്കുന്നില്ല. പക്ഷേ ഒരടി അടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ശരീരത്തിന് ഒരു വേദന ഉണ്ടാക്കിച്ചാലോ നമുക്ക് സഹിക്കാം. പക്ഷെ സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ കൂടെ നിന്ന് പണി തരുന്ന ഒരു പ്രേതത്തിൻ്റെ ഒരു അനുഭവ കഥ ഞാൻ പറയാം. അത് ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു സ്ത്രീക്ക് അവർക്ക് പെട്ടെന്നൊരു ഭാവമാറ്റം. അതായത് 2 മക്കള്, ഭർത്താവ്, മറ്റു ബന്ധുക്കളെല്ലാവരും ഉണ്ട്. വലിയ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഒരു ഭാര്യയാണത്. ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയില്ല, വീട്ടിൽ തന്നെയാണ്. വളരെ നല്ലൊരു മാതൃകയായിട്ട് ജീവിച്ചു വന്ന ദമ്പതിമാർ. ഇവർക്ക് പെട്ടെന്നൊരു മാറ്റമാണ് അത്ഭുതം. ഇവരാദ്യം പറഞ്ഞത് ആരോ അവരുടെ കാതിൽ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. എന്താണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ചെല്ലും തോറും ഇവർക്കത് ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴും അപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാലോ, ഭർത്താവിനോട് സംസാരിച്ചിട്ടുണ്ടിരുന്നാലോ, കുട്ടികളെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുന്ന എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും പെട്ടെന്ന് ഒരു സ്ത്രീ വന്ന് കാതിൽ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം അവർ ഇതൊക്കെ അങ്ങോട്ട് ഈ മറ്റുള്ളവരോട് പറയും, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെ പറയും. അപ്പം ആദ്യമൊന്നും അവർ കണക്കാക്കില്ല, അത് തോന്നലാണെന്നൊക്കെ പറഞ്ഞങ്ങ് മാറ്റിവെച്ചു. പക്ഷെ വീണ്ടും ഇത് തന്നെയാണ് ഈ അനുഭവം അവർക്ക് ഉണ്ടായിക്കൊണ്ട്. അപ്പം നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം. നമുക്ക് കാണാൻ പറ്റാത്ത ഒരാൾ നമ്മുടെ ചെവിയിൽ വന്ന് വ്യക്തമല്ല, ഒന്നും വ്യക്തമാകുന്നില്ല, അവർക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം ഇവരും ആ അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഭർത്താവൊന്നും ആദ്യം കണക്കാക്കില്ല, നീ അത് കളയാതൊന്നും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം ഇത് കുറച്ച് കൂടി വന്നപ്പോഴത്തേക്കും അടുത്തുള്ള ക്ഷേത്രത്തിലെ പോറ്റിയിട്ടടുത്ത് എവിടെ പോയി ചോദിച്ചപ്പം പറഞ്ഞൊരു പ്രേതത്തിൻ്റെ ശല്യമാണ്. അദ്ദേഹം ഒരു നൂലുമൊക്കെ ജപിച്ച് എന്തൊക്കെയോ ഉള്ളിൽ കഴിക്കാനൊക്കെ കൊടുത്തു. അവരുകൊണ്ടൊന്ന് ഇത് കഴിച്ച് അവർ പറയുന്ന ഒരു 7-8 ദിവസത്തോളം പിന്നെ ഒരു ശല്യമില്ല. അവർ നോർമലായി ജീവിച്ചു. 7 ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സാധനം വന്നു. പിന്നീട് പറയുന്നത് വ്യക്തമായി അവർക്ക് കേൾക്കാം. അതൊരു സ്ത്രീയാണ്. അതായത് ഇപ്പോൾ ഭർത്താവ് അടുത്തുള്ള ഒരു സ്ത്രീയായിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അയൽവക്കക്കാരൊക്കെ അവിടെ നിൽക്കുമ്പോൾ സംസാരിക്കുന്നു, ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നു, അത് ഇവർ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഈ സാധനം ചെവിയിൽ വന്ന് പറഞ്ഞു കൊടുക്കും, നിന്റെ ഭർത്താവും ആ സ്ത്രീയുടെ പ്രേമത്തിലാണ്, അവർ തമ്മിൽ അങ്ങനെ എന്തൊക്കെ ബന്ധങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, നീ പോയി എതിർക്കാൻ പറയും. ഈ സ്ത്രീ അതേ കണക്ക് അവിടെ ചെന്ന് അടിയുണ്ടാക്കും. അതുപോലെ കുട്ടികൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, സ്കൂളിൽ വരെ ഇവർ പോയിട്ടുണ്ടെന്ന്, സ്കൂളിൽ ചെന്ന് വഴക്കുണ്ടാക്കി അധ്യാപകരെ അതൊക്കെ ഈ സാധനം ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇന്ന സമയത്തിന് സ്കൂളിൽ ചെല്ലണം, അപ്പം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറ് വെറും വൃത്തികേടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതുപോയി വഴക്കുണ്ടാക്കണമെന്ന് പറയും. അങ്ങനെ ഇവർ പോവും. ഇവർ പിന്നെ ഭ്രാന്ത് പോലെയായിപ്പോൾ ഈ ഒരു ശബ്ദം കാതിൽ ഒരു സ്ത്രീ വന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സ്ത്രീ എന്ത് പറഞ്ഞാലും ഇവർ അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് പറയുന്ന കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്തിന് ആ കടക്കാരൻ
സാധനം എടുത്ത് പൊതിഞ്ഞുകൊണ്ട് നിന്നിട്ട് അബദ്ധത്തിലാറ്റം ഇവരെ നോക്കിയാൽ ഉടനെ ഭർത്താവിൻ്റെ അടുത്ത് പറയും അയാൾ എന്നെ വൃത്തികെട്ട രീതിയിൽ നോക്കുകയാണ്, അയാൾ എടുക്കുന്ന സാധനം മോശം സാധനമാണ് എന്നൊക്കെയുള്ള രീതിയിൽ അത് എന്തും നെഗറ്റീവായി സംസാരിക്കുള്ളൂ. ബസ്സിനകത്ത് വരെ ഇവർ കയറി വേളം ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം ബസ്സിനകത്ത് ഒരു ദിവസം ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ബസ്സിനകത്ത് പോയി, അവർ പ്രശ്നം ഇവർ ആദ്യമൊക്കെ സംഭവങ്ങളാണ് ഇതൊക്കെ. ബസ്സിനകത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന പല പുരുഷന്മാർ എന്നെ നോക്കുന്നുണ്ട്, അത് എന്നെ നോക്കുന്ന മറ്റർത്ഥത്തിലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഭ്രാന്ത് എടുത്തിട്ട് അവസാനം ഇവരെല്ലാവരും കൂടി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടർ തിരിച്ച് വന്നിരുന്ന് അയാൾ കാര്യങ്ങളിങ്ങനെ എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് പറഞ്ഞു, യവൻ മോശക്കാരനാണ്, യവൻ എന്നെ മോശമായ രീതിയിലാണ് എന്നെ അവൻ ട്രീറ്റ് ചെയ്തത്, അവൻ എൻ്റെ അസുഖം കണ്ടുപിടിക്കാനല്ല, അവന് എന്നെ അവൻ്റെ ആ ഇഷ്ടത്തിന് ഇംഗിതത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്, വൃത്തികെട്ടവനാണ്, എവൻ്റെ അടുത്താണ് എന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടി. അപ്പോൾ ഇതെല്ലാം ഈ സ്ത്രീ വന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ അവർ പറയാറില്ല, സ്ത്രീ പറയുന്നതാണെന്ന് പിന്നീട് എപ്പോഴും പറയാറില്ല. തുടക്കം പറഞ്ഞു, അവർ വന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാണ്, അത് സത്യസന്ധമായ കാര്യങ്ങളാണ്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് സത്യം പറഞ്ഞാൽ ഇയാൾക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാതെയായി. ആർക്ക്? ഭർത്താവിന്. അതായത് ഈ വഴിയെ പോകുന്ന ആണുങ്ങൾ ഒരു ഒരു ബൈ റോഡിൻ്റെ സൈഡിലാണ് ഇവരുടെ വീട്. അതിലേ പോകുന്ന ആരെങ്കിലും ഇങ്ങോട്ട് നോക്കിയാൽ അപ്പോഴും ഇവർ പറയും അയാൾ എന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് അയാളെ പള്ളു വിളിക്കും. ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരും ആ വഴിക്ക് പോകാതെയായി, ആകെ പ്രശ്നങ്ങളായി, ഇവരെ പുറത്തു കൊണ്ടിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായി. അങ്ങനെയാണ് എല്ലാവരും കൂടെ കാരണത്തെ പിടിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. ഡോക്ടറിന് പോലും ചികിത്സിക്കാൻ പറ്റില്ല, അവിടെ നിന്നും കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഇത് അസുഖമൊന്നുമല്ല, പരിശോധിച്ചിട്ടൊന്നും കാണുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ആചാരപ്രകാരം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഒരുപാട് സ്ഥലത്ത് പോയി. അപ്പോഴത്തേക്കും എല്ലാവരും കണ്ടുപിടിക്കുന്നുണ്ട് ഒരു പ്രേതം, ഒരു ഗോസ്റ്റ് ഇവരുടെ ശരീരത്തിലേക്ക് കയറിയതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതിന് ഒരുപാട് ശ്രമങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചില കേസുകളൊക്കെ എന്നെ തേടി വരും, മറ്റുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. ഇപ്പോൾ ഒരാൾക്കൊരു അസുഖം വന്നു പോയാൽ എല്ലാ ഡോക്ടറും കൂടെ പരിശോധിക്കാൻ പറ്റില്ലേ, ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലും. അങ്ങനെ ഇത് എൻ്റെ അടുത്ത് തോന്നും. അപ്പോൾ എനിക്ക് കുറേ ജ്യോതിഷികളും കുറേ ഈ തുള്ളിയൊക്കെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകുന്ന കുറേ ആൾക്കാരൊക്കെ എനിക്ക് ഒരുപാട് ആൾക്കാർ പരിചയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിലും എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പം അവരുടെയൊക്കെ അടുത്ത് വരുന്ന ചില ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസുകളൊക്കെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കേസും എൻ്റെ അടുത്ത് വന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സ്ഥിരം മനസ്സിലാകുന്നുണ്ട്, സ്ഥിരം സംഭവങ്ങൾ തന്നെയാണ് മനസ്സിലാകുന്നുണ്ട്. ഇത് ഈ ഒരു പ്രേതം പിടിച്ചതാണ്, നോക്കുന്നതിൻ്റെ രോഗങ്ങളൊന്നുമല്ല. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇവരെ കാതിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ആ വീട്ടിൽ പോയിരുന്നു. ആദ്യം ഇവരെല്ലാവരും കൂടെ എൻ്റെ അടുത്ത് വരികയാണ് ചെയ്തത്. ഈ സ്ത്രീയെ കൊണ്ടുവന്നില്ല, ബാക്കി ആണുങ്ങളെല്ലാം വന്നു. അവരുടെ നാളും പേരൊക്കെ വെച്ച് രാശിവെച്ച് നോക്കുമ്പോൾ ഇതൊരു ഒരു ഗോസ്റ്റിൻ്റെ സാന്നിധ്യമുണ്ട്. അത് ചില ഭാവങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. സാധാരണ ജ്യോതിഷികൾക്ക് പോലും അറിയാൻ പറ്റും. അതൊന്നും ഞാൻ കണ്ടുപിടിച്ച വലിയ കാര്യമൊന്നുമല്ല. എല്ലാ ജ്യോതിഷികൾക്കും പ്രേത സാന്നിധ്യം ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ ഒരാളിൻ്റെ നാളും പേരും വെച്ച് നോക്കുമ്പോൾ, ഗ്രഹനില എടുത്ത് നോക്കുമ്പോൾ പ്രേതത്തിൻ്റെ സാന്നിധ്യം അവരിലേക്ക് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഏത് പഠിക്കുന്ന എല്ലാവർക്കും സാധിക്കുന്നതാണ്. അതുപോലെ കണ്ടുപിടിച്ചു. പക്ഷേ അതിൻ്റെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കിങ്ങനെ ശരിക്കും ഈ സ്ത്രീ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. ശരിക്കും ആഹാരം കഴിക്കാൻ പറ്റില്ല. എന്ത് ആഹാരം കൊണ്ട് കൊടുത്താൽ അതിനകത്ത് അത് കഴിക്കരുത്, അത് കഴിച്ച് ഇങ്ങനെ ദോഷം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇവർ കഴിക്കില്ല. വെള്ളം കുടിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അത്ര വിശന്നിരിക്കുമ്പോൾ അവർ തന്നെ പോയി പല രീതിയിലൊക്കെ എടുത്തുക്കൊന്നില്ല. ഭ്രാന്തന്മാരെ കഴിക്കും പോലെയൊക്കെ ഇവർ കഴിക്കും. ശരിക്കും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത വിധത്തിൽ പോലും അവരെന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുന്ന അത്ര ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാക്കിയിട്ട് അങ്ങനെ അവിടെ ചെന്നു. ഇത് പ്രേതം ഒരു ശരീരത്ത് കയറിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കാനായിട്ട് പിന്നെ വേറെ ഒന്നും നോക്കാനൊന്നുമില്ല, പൂജ ചെയ്യുക. അപ്പം എവരോട് നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇതാരാണ് വന്നതെന്നോ എങ്ങനെയാണ് എന്തെങ്കിലും അറിവുണ്ടോന്നോ കാര്യങ്ങളൊന്നും ചെയ്യാം. ഞാൻ ചെന്നപ്പോൾ പറയുന്നു ഞാനും അവരെ നശിപ്പിക്കാൻ ചെന്നു എന്നാണ് ഈ സ്ത്രീ പറഞ്ഞു വരത്തിയത്, എല്ലാവരോടും പറഞ്ഞത്. അപ്പം ഇത് സ്ഥിരം ഇങ്ങനെ പറയുന്നുണ്ട്. അവർ എൻ്റെ അടുത്ത് തുടക്കമേ പറഞ്ഞിരുന്നു, സാർ വന്ന സാറിനെയും ഇതേ കണക്ക് അനാവശ്യം പറയും. ഞാൻ പറഞ്ഞ് കേട്ടോളാം, കാര്യം കേട്ടല്ലേ പറ്റുള്ളൂ, ഇത് മാറ്റണമല്ലോ. അവിടെ ചെന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന സ്ത്രീയോട് നമുക്ക് എന്താണ് ശരീരത്ത് വരുന്നത്, എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ, എപ്പോഴാണ് വരുന്നത്, വന്നാലെന്ന് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ആ യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ ശരീരം മാത്രമേ ഉള്ളൂ.
ഒരു അല്പം ബോധം പോലും ഭർത്താവിനെ അറിയില്ല, മക്കളെ അറിയില്ല, ആരെയും അറിയില്ല, ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ സ്ത്രീയോട് നമുക്കൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ശരീരത്തിൽ ഈ സാധനത്തിനെ വരുത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അതിന് പൂജ ചെയ്ത് മാത്രമേ ഇതിനെ മാറ്റാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം മനസ്സിലായി. പൂജ ചെയ്ത് ശരീരത്തിൽ ഇതിനെ വരുത്തി ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, ഇതാരാണ് എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങളൊരു പൂജ തീരുമാനിക്കുന്നു. ആ ദിവസം തന്നെ പൂജ ഞങ്ങൾ തുടങ്ങുന്നു. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെയും എൻ്റെ കൂടെയുള്ള പോറ്റുമാരെയും എന്നെ കൊണ്ടുവന്ന സ്വാമിയെയൊക്കെ അവർ വളരെ മോശമായി സംസാരിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ സമയങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ മോശമായ രീതിയിൽ ലൈംഗികമായി ചൂഷണം ചെയ്യാനാണ് എവരെന്നല്ല യവന്മാർ വന്നിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡ് പോകും. എന്തൊരു കുന്തമായാലും ശരി, 5.5 മണിക്കൂർ ഞങ്ങൾ ചിങ്കിയും പമ്പരാടിയും നോക്കി ഈ ശരീരത്ത് വന്ന് ഇങ്ങനെ പറയുന്നതല്ലാതെ അതിനെ നമുക്ക് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കണം. അത് ഒരു ശരീരത്ത് വന്ന് അതിൻ്റെ നിയന്ത്രണം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ഇതിനെ ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. എനിക്ക് ഇന്ന് നല്ല ഓർമ്മയുണ്ട്. 5.5 മണിക്കൂർ ഞങ്ങൾ ഒരേ കണക്കിരുന്ന് ആവാഹനം നടത്തിയിട്ട് പോലും ഈ സാധനത്തിൽ ഇത് ശരീരത്തുണ്ട്, പക്ഷേ നമുക്ക് അനുകൂലമായ അവസ്ഥയിലേക്ക് ഈ സാധനം വരുന്നില്ല. അപ്പം സ്വാമി എൻ്റെ ചോദിച്ചു, ഇത് മാറൂലേ? ഞാൻ പറഞ്ഞു, മാറും സ്വാമി, നമുക്ക് മാറ്റാം. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ അപൂർവമായി ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളാണ്. നമുക്ക് നാളെയും കൂടെ നോക്കാം. നാളെ വന്നില്ലെങ്കിൽ, നമ്മൾ വന്നില്ലെങ്കിൽ 7 ദിവസം കൊണ്ട് ഇതിന് നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. ഈ ചില സാധനങ്ങൾ അങ്ങനെയാണോ, ഹൈ പവറായിരിക്കും. നമ്മളെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കാലിൽ കിടന്ന രോമത്തിന് പോലും വിലയില്ലാതെ ഇല്ല എന്നുള്ളതാണ്, അത്ര പവർഫുള്ളാണ്. പക്ഷെ ഇതിനെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ വളരെ സാവകാശം ഓരോ ദിവസങ്ങളായിട്ട് 7 ദിവസം കഴിഞ്ഞും ഇതൊരു ശരീരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങൾ വരെ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പിടിക്കുന്നത്. മിക്കവാറും ഉള്ളത് ആദ്യ ദിവസം തന്നെ അത് വരും. 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൂർത്തീകരിച്ചിട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ വേറെ പൂജ തീരുമാനിച്ചിരുന്നു, അത് മാറ്റിയിട്ട് വീണ്ടും ഇതിന് തന്നെ വന്നു. അന്നും വന്നില്ല. 3-ൻ്റെ അന്ന് ഈ സാധനം ശരീരത്ത് വന്നു. അപ്പം ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോരുത്തർ പൂജ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഈ അടുത്ത ആദ്യത്തെ ദിവസം വന്നില്ല, 2ാമത്തെ ദിവസം വരുമെന്ന പ്രതീക്ഷയോടുകൂടി പോയി. അന്നത്തെ പൂജ മാറ്റി വെച്ചിട്ട് പോയി, അന്നും വന്നില്ല. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ 5 ദിവസം കണക്കാക്കി. 5 ദിവസത്തേക്കുള്ള എല്ലാ പൂജകളും പല മുട്ടുനായങ്ങളും പറഞ്ഞ് മാറ്റിവെച്ചു. പക്ഷെ 3-ൻ്റെ അന്ന് ഈ സാധനം, അതായത് ശരിക്കും പറഞ്ഞാൽ ശരീരത്തുണ്ടത്, പക്ഷെ ആ ഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളെ കളിയാക്കുന്നു, നമ്മളെ ചീത്ത പറയുന്നുണ്ട്, നമ്മളെ വളരെ മോശമായി നമ്മൾ സംബോധന ചെയ്യുന്നുണ്ട്, വളരെ മോശമായ രീതിയിലൊക്കെയാണ്. അതൊക്കെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് മന്ത്രങ്ങൾ ചൊല്ലാൻ പോലും പറ്റില്ല. കാര്യം ചമ്മലുണ്ടാവും. ഒരുപാട് ആൾക്കാർ നിൽക്കുകയാണ്. ഇത്രയും ബഹുമാനിക്കുന്ന ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു സംസ്കാരവും ഇല്ലാതെ നമ്മളാ ഈ പുഴുകറക്കുന്ന പള്ള് നമ്മളെ വിളിക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലൊരു ചമ്മലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ തൊഴിലാണ്, കർമ്മമാണ്, ചെയ്തേ പറ്റൂ. അങ്ങനെ 3-ൻ്റെ അന്ന് ഈ സാധനം ശരീരത്ത് വന്നു എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് വല്ലാത്തൊരു വെപ്രാളത്തിലേക്ക് പോയി. ശരീരത്ത് വന്നത് അങ്ങനെയാണ്, വളരെ വെപ്രാളത്തിലേക്ക് പോയി. ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ട് വന്നിട്ട്, എന്നെ എന്തിനാണ് വേദനിപ്പിക്കുന്നത്, എന്നെ എന്തിനു വേദനിപ്പിക്കുന്നു, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ, കണ്ണിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, എവള് ജീവിതത്തിൽ ഒരുപാട് പറ്റിക്കപ്പെടുന്നവളാണ്, അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ ഞാൻ വന്നതും, തന്നെയല്ല എൻ്റെ മുന്നിൽ ഇവള് വന്ന് ചാടി തന്നു, അങ്ങനെ ഞാൻ ഈ ശരീരത്തിൽ കയറിയതാണ് എന്ന് പറയുന്നു. അപ്പം എവരെവിടെയോ യാത്ര പോകുമ്പോഴോ എങ്ങനെയോ ശരീരത്തെ എവിടെയോ വെച്ച് കയറി എന്ന് പറഞ്ഞു. പക്ഷെ അത് എവിടെ വെച്ചെന്ന് പറഞ്ഞ് നമുക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അപ്പോഴത്തേക്ക് പിന്നെ ഇത് 3-ൻ്റെ അന്ന് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ എന്താണ് മഴ കണ്ട വേഴാമ്പലിനെ പോലെയാണ്. പിന്നെ പുല്ല് ഇതിനെ അന്ന് പിടിച്ച് ഇതിനെ ഒതുക്കി മാറ്റി പറ്റും, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ ആ വെപ്രാളത്തിൽ നിൽക്കണം. അതുകൊണ്ട് ഇതിൻ്റെ അധികം കഥയും കാര്യങ്ങളൊന്നും കേൾക്കാനൊന്നുമില്ല. പക്ഷെ ഇതിനെ മാറ്റണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയി വന്നു. പേര് പറഞ്ഞു, അതൊരു ഒരു പേരൊക്കെ പറഞ്ഞു, ജനിച്ച സ്ഥലം പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്കാണ് പറയുന്നത്, ചുരുക്കം പറയാം, ഇതൊരു സംശയരോഗം പിടിച്ചൊരു സ്ത്രീയായിരുന്നു. സ്വന്തം ഭർത്താവിനെ തന്നെ ഭർത്താവിൻ്റെ സഹോദരിമാരുമായിട്ടും അവരുടെ എല്ലാ ബന്ധുക്കളുമായിട്ടും തൊട്ടടുത്തുള്ള അയൽഭാഗത്തുള്ള എല്ലാ സ്ത്രീകളുമായിട്ടും ജോലിക്ക് പോകുന്ന സ്ഥലത്ത്, അതായത് ആ പുരുഷൻ ഇവരുടെ ഭർത്താവ് പുറത്തിറങ്ങിയാലും
എല്ലാ സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സ്ത്രീ എന്ന് വെച്ചാൽ ഒരു സംശയ രോഗിയായിരുന്നു. അങ്ങനെ ഈ ഭർത്താവിൻ്റെ ഈ പ്രവൃത്തികൾ കണ്ടിട്ട് ഇവർ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ എവിടെ ഉള്ളതാണെന്ന് നമുക്ക് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞ് ആത്മഹത്യ ചെയ്ത് അപ്പോൾ ഇത് ഉള്ളതാ കള്ളമെന്നൊന്നും നമുക്കറിയില്ല. കാര്യം അവർ പറഞ്ഞ സ്ഥലമൊന്നും അന്ന് അന്വേഷിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. എല്ലാവർക്കും ഒറ്റ ഉദ്ദേശമുള്ളൂ, ഇത് മാറിക്കിട്ടുക എന്നുള്ളതാണ്. എല്ലാം സമ്മതിച്ചു. അപ്പം പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അവരൊരു സംശയരോഗമുള്ളൊരു സ്ത്രീയായിരുന്നു. ശരിക്കും അങ്ങനെയാണ്, അവർക്ക് മാനസിക പ്രശ്നമായിരുന്നു. ഭർത്താവിൻ്റെ ഭർത്താവ് അങ്ങനെയാണോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ഇവരത് അവരുടെ ഇത് കൂടി, സംശയങ്ങൾ കൂടി, ഭർത്താവിൻ്റെ ഇതൊക്കെ അറിഞ്ഞിട്ട് അവർ സ്വയം ആത്മഹത്യ ചെയ്തു. ഈ സാധനം ആ അന്തരീക്ഷത്തിലൊക്കെ നിന്നപ്പോൾ ഈ സ്ത്രീ അതിനെ പോവുക വരികയൊക്കെ ചെയ്ത് എന്തായിരിക്കും, അങ്ങനെയാണ് ഈ ശരീരത്തിൽ കയറിയത്. പക്ഷെ അതിന് കുറേ ഡിമാൻഡുകളുണ്ടായിരുന്നു. അത് ഭർത്താവിനോടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, നീ പോയേ പറ്റൂ, നീ എവിടെ വേണോ വയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും വിലക്കി നമ്മളതിനെ ശരിക്കും ഓടിച്ചു വിടുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ ഇതിനെ ആവാഹിച്ച് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ആസ്ഥാനത്ത് കൊണ്ടുപോയി അതിനെ നല്ല രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റുന്നതാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഈ കുന്തത്തിന് നമ്മൾ കൂടെ കൂട്ടിയില്ല. കൂട്ടാതെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വിലക്കി, അത് വിലക്ക് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു വിട്ടു. പിന്നെ ഈ സ്ത്രീ നോർമലായെങ്കിലും പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ മരുന്നുമൊക്കെ കൊടുത്തു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പഴയ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രായം പിടിച്ചു, ഇതൊക്കെ മാറി അവർ സ്വബോധത്തോടെ വന്നെങ്കിൽ പോലും ശരിക്കും ആ പഴയ ഒരു ആളായി മാറാൻ വേണ്ടി 1.5 വർഷത്തോളം അവർ മരുന്നൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവർ പഴയ അവസ്ഥയിലേക്ക് വന്നത്. അപ്പം ഞങ്ങൾ പോയി പൂജ ചെയ്തെങ്കിലും ഈ സാധനത്തിന് ഓടിച്ചു കളയാനേ പറ്റുള്ളൂ. പക്ഷെ അതോടുകൂടി അവർക്ക് ബോധം വന്നു. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് എപ്പോഴും ക്ഷീണവും കാര്യങ്ങളും എന്തൊക്കെയോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകും, അതിനൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കൃത്യം മരുന്ന് 1.5 വർഷത്തോളം കഴിച്ചു എന്നാണ് അവർ. പിന്നീട് എനിക്കറിയാമായിരുന്നു അവരെ. 1.5 വർഷത്തോളം കഴിച്ചു. അതിനുശേഷം അവർ പിന്നീട് മരുന്നൊന്നും കഴിക്കേണ്ടി വന്നിട്ട് അവർ നോർമലായി മുന്നോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ പ്രേത അനുഭവങ്ങൾ ഇതാണ്. നമ്മൾ സാധാരണ കാണും പോലെ വെള്ള വസ്ത്രം കൊടുത്ത് നമ്മളെ മുമ്പിൽ വന്ന് കന്ന് ചിരിക്കുകയോ നമ്മളെ കഴുത്തിനെ പിടിച്ച് ഞെരിക്കുകയോ കണ്ണിനെ ചൂഴ്ന്നെടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് ഇതിന് പിന്നിൽ ഞാൻ പോകുന്നുണ്ട്. ഇന്ത്യ മൊത്തവും ഞാൻ യാത്ര ചെയ്തു. ഇനി ഒരു 3 സ്റ്റേറ്റിൽ ഞാൻ പോകാനുള്ളൂ. ബാക്കി എല്ലായിടത്തും ഞാൻ ഈ പ്രേതം പിടിക്കാൻ പോകുന്നുണ്ട്. ഭാഷ അറിഞ്ഞുകൂടാത്ത പ്രേതത്തിന് വരെ ഞാൻ പോയി പിടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇത്രയും ക്രൂരത കാണിക്കുന്ന ഒരു ഗുണ്ടാപ്രേതത്തിന് അപൂർവമായിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഉപദ്രവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ വെള്ള രൂപത്തിലൊക്കെ വന്ന ആൾക്കാരെ കഴുത്ത് പിടിച്ച് ഞെരിക്കുക എന്നൊക്കെ പറയുന്ന ജീവിതത്തിലൊന്നും അധികമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ലാതെയുള്ള അനുഭവങ്ങൾ, ഒരു ശരീരത്ത് വന്നിട്ട് കാണിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും, പിന്നെ അതുപോലെ തന്നെ രൂപങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന, ഒരാൾക്ക് മാത്രം കാണാൻ പറ്റുന്നത്, പിന്നെ 2 പേർക്കൊക്കെ ഒന്നിച്ച് കണ്ടിട്ടുള്ള അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, അതെല്ലാം ഞാൻ എൻ്റെ ഈ ചാനലിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രേത അനുഭവങ്ങൾ വെച്ചാൽ ഇതൊക്കെയാണ്. ഇനിയുണ്ട് ഒരുപാട് 100 അനുഭവങ്ങളുണ്ട്. ചില ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയും, സാറേ അവതരിപ്പിക്കണമെന്ന് പറയും. ചിലവർ പറയും ഒരു കാരണവശാലും അവതരിപ്പിക്കില്ലേ എന്ന് പറയും. കാര്യം നാണക്കേടാണ് ഇതൊക്കെ. ഒരു സ്ത്രീകളൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, അല്ലെങ്കിൽ പുരുഷന്മാരിങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഏറ്റവും കൂടുതലൊക്കെ വിവാഹത്തിനൊക്കെ മുമ്പും വിവാഹം കഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിവാഹത്തിനൊക്കെ മുമ്പ് ദോഷങ്ങൾ വന്ന് പണി കിട്ടിയ ഒരുപാട് പേര് എനിക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് അധികമൊന്നും വെളിയിൽ പറയാൻ പറ്റാത്തത്. ഈ വെറൈറ്റി സംഭവങ്ങൾ വിവാഹത്തിന് മുമ്പ് ഉള്ള പുരുഷനും സ്ത്രീക്കൊക്കെയാണ് വരുന്നത്. അത് ചിലപ്പോൾ അവർ അതൊക്കെ മറച്ചു വെച്ചിട്ടായിരിക്കും വിവാഹം കഴിച്ച് ജീവിക്കുന്നത്. നമ്മൾ ഈ കഥയൊക്കെ അവതരിക്കുമ്പോൾ അവരുടെ ജീവിതം നശിച്ചു പോകും. അങ്ങനെയുള്ള കഥകളാണ് ഞാൻ മാറ്റി വയ്ക്കുന്നത്. പറയാൻ പറ്റുന്നത് ഞാൻ പറയുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ അവതരിപ്പിക്കാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീട്ടിന് ഭൂമിദോഷമോ വാസ്തുദോഷമോ ഇതുപോലെ പ്രേതബാധകളോ സർപ്പദോഷങ്ങളോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നേരിട്ട് അവിടെ വന്ന് കണ്ടുപിടിക്കുന്നതാണ് ഉത്തമം. എങ്കിലേ പൂർണ്ണമായും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ടതിന് ശേഷം അത് പൂർണ്ണമായും മാറ്റിത്തരികയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് അറിയാനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്.
അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.